ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആസ് ബ്യൂട്ടിഫുൾ ആസ് യു എന്നുള്ള ചൈനീസ് ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡും പ്ലസ് സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ ഞാനും ജിങ്ഷിയും കൂടി ഓഫീസിലേക്ക് പോവാനായിട്ട് നിൽക്കുവാണ്. അതിനിടയിൽ നമ്മുടെ ജിങ്ഷി ഈ ഒരു ഫീൽഡില് ഇപ്പൊ ഒരുപാട് ഫ്രോഡുകളൊക്കെ ഉണ്ട്. അവരാണെങ്കിലും ഒരുപാട് പ്രോബ്ലംസും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. എന്തായാലും നീ വെയിറ്റ് ചെയ്തിരിക്കുക, അതിന്റെ അനൗൺസ്മെന്റ് നാളെ വരുന്നുണ്ട്. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയും. ഓ, നിന്റെ കയ്യിൽ പ്ലാൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് വലുതായിരിക്കും. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തോളാന്ന് പറയും. അങ്ങനെ ഞാൻ നേരെ ഗ്രാൻഡ് പേനെ കാണാനായിട്ട് ചെല്ലും. ഗ്രാൻഡ് പാ, എന്റെ ലൈഫിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു പ്രൊജക്റ്റ് ആണിത്. ആദ്യം നിങ്ങൾക്കിത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിനായിട്ടാണ് ഞാൻ വന്നതെന്നും പറഞ്ഞ് ഒരു ഫയൽ എടുത്ത് ഗ്രാൻഡ് പേയുടെ കയ്യിലേക്ക് കൊടുക്കും. അങ്ങനെ ഗ്രാൻഡ് പേയും ആ ഫയൽ തുറന്ന് വായിക്കാനായിട്ട് തുടങ്ങും. ആക്ച്വലി നമ്മുടെ ഞാൻ ഡോക്ടർ ക്ലൗഡ് എന്നുള്ള ഒരു വലിയ കമ്പനി ക്രിയേറ്റ് ചെയ്ത് അതില് AI-യും മെഡിക്കൽ ഫീൽഡും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അവര് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും അവിടെ ലോഞ്ച് ചെയ്ത് സാധാരണ ആളുകൾക്ക് പോലും കിട്ടാവുന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വലിയൊരു കമ്പനിയായിട്ട് നമുക്കിത് മാറ്റാം. ഇങ്ങനെ ഒരു കമ്പനി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ മറ്റുള്ളവരാരും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഇതുകൊണ്ട് തന്നെ ചൈനയുടെ മെഡിക്കൽ ഫീൽഡ് ഒരുപാട് ഡെവലപ്ഡ് ആകും. എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന രീതിയിലേക്ക് ചൈനയുടെ മെഡിക്കൽ ഫീൽഡ് എത്തുമെന്ന് പറയും. ഇത് കേട്ട് ഗ്രാൻഡ് പേയും എനിക്ക് നിന്നിൽ ഒരുപാട് വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ നിന്റെ ഇഷ്ടപ്രകാരം എന്താന്ന് വെച്ചാൽ ചെയ്തോന്നും പറഞ്ഞ് ഒരു സമ്മതം കൊടുക്കും. യാനിനാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗ്രാൻഡ് പാ, നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. നീ ഇപ്പോ കേട്ടത് എന്താണോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നീയും യുവാനുമാണ് ഇമ്പോർട്ടന്റ്. നിന്റെ കാര്യം എന്തായാലും നീ നോക്കും, അതേപോലെ നീ യുവാന്റെ കാര്യവും നോക്കിക്കൊള്ളണം. എന്നിട്ട് നിന്റെ ഇഷ്ടപ്രകാരം എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഞാനിന് ഒരുപാട് ഹാപ്പി ആകും. ഞാൻ എന്തായാലും ചേച്ചിനോട് സംസാരിച്ചോളാന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോകുമ്പോ ഗ്രാൻഡ് പാ സ്റ്റോപ്പ് ചെയ്തിട്ട്, എത്രയും പെട്ടെന്ന് നീ ജിങ്ഷിനെ മാരേജ് ചെയ്യാനായിട്ട് നോക്ക്. ഇത്രയും ബിസി ആയിട്ടുള്ള നിന്റെ കൂടെ അവളിപ്പോ ജീവിക്കുന്നില്ലേ, അതിനെ ആദ്യം ഒരു അവാർഡ് അവൾക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ മോൻ പോയിട്ടേ അവൾ അങ്ങോട്ട് മാരേജ് ചെയ്, എന്നിട്ട് കുടുംബവും കുട്ടിയായിട്ട് ജീവിക്കാനായിട്ട് നോക്ക്. ഞാനും ഇവിടെ പേരക്കുട്ടികളെയൊക്കെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം, എനിക്കും ഒരു എന്റർടൈൻമെന്റ് വേണ്ടെന്നും പറഞ്ഞ് ഗ്രാൻഡ് പാ അങ്ങനെ തന്നെ പോകും. യാനിനാണെങ്കിലും ഇതും കൂടി ആവുമ്പോ ഡബിൾ ഹാപ്പി. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ യാൻ ഈ പ്രോജക്റ്റിനെ കുറിച്ച് അനൗൺസ് ചെയ്യും. ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഒക്കെ വന്ന് ഇത് കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അനൗൺസ് ചെയ്യുന്നത് മിസ്റ്റർ ചെന്നും കാണാനിടയാകും. അതേ ടൈം ചിങ്ലിയും യാനിനെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് സിഡ്നി മിസ്റ്റർ ചെന്നിനെ കാണാനായിട്ട് വരും. ഇത്രയും വലിയൊരു സ്റ്റെപ്പ് ഞാൻ എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തുകൊണ്ടാണ് നീ ഇതറിഞ്ഞിട്ടും സ്റ്റോപ്പ് ചെയ്യാണ്ടിരുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ചെന്നാണെങ്കിലും സിഡ്നിനെ ഒന്ന് നോക്കും. ഞാൻ ഇത്രയും നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. നീ എപ്പോഴും അവനെ ഒരു എനിമീനെ പോലെയാണ് കാണുന്നത്. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കുന്ന എല്ലാ ഇൻവെൻഷനും അവനും കൂടി ചേർന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും നമ്മുടെ സൊസൈറ്റിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകും. അതേപോലെ ചൈനയുടെ മെഡിക്കൽ ഫീൽഡും ഒരുപാട് ഡെവലപ്ഡ് ആകും. അവൻ ശരിക്കും പറഞ്ഞാ ഈ ചൈനയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ എതിർത്തൊന്നും നിൽക്കാനായിട്ട് പോകുന്നില്ല. നീയും നിന്റെ മനസ്സിലുള്ള എല്ലാ ദേഷ്യവും എടുത്തു കളഞ്ഞ് നിന്റെ ബുദ്ധി യൂസ് ചെയ്ത് നല്ല രീതിയിൽ പോവാനായിട്ട് നോക്കെന്ന് പറയും. സിഡ്നി ആണെങ്കിലോ ഇതിനൊരു മറുപടി കൊടുക്കാണ്ട് ആകെ സൈലന്റ് ആയിട്ട് നിൽക്കും. ഇത് കാണുമ്പോൾ ചെന്നിന്റെ ഫേസ് മാറും. ഇനി ഒരിക്കലും ഇവളുടെ പുറകെ പോവാൻ പാടില്ല എന്ന് പുള്ളിക്കാരൻ അപ്പൊ തന്നെ തീരുമാനിക്കും. അതേ ടൈം യാനിനെ കാണിക്കാണ്. യാനിനാണെങ്കിലോ അടുത്തടുത്ത പ്രോജക്റ്റ് ഇങ്ങനെ വന്ന് കുമിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജോലിയിലും ഒരുപാട് ബിസി ആവുന്നുണ്ട്. അങ്ങനെ ജിങ്ഷിയും യാനിനെ കാണാനായിട്ട് വരും. നീ എപ്പോഴും വർക്കിൽ ബിസിയാണ്, അങ്ങനെ ബിസി ആയിട്ടിരുന്നാൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കണം. നീ നിന്റെ ബോഡി നോക്കണ്ടേന്നും പറഞ്ഞ് ഒരു അഡ്വൈസ് ഒക്കെ കൊടുത്ത് ലിലിയുമായിട്ട് അങ്ങനെ പുറത്തേക്ക് പോകും. ഓപ്പോസിറ്റ് പെട്ടെന്ന് ഈസോയി വരുന്നുണ്ട്. ലിലിനെ ഒരുമാതിരി നോക്കിയിട്ട് അങ്ങനെ തന്നെ ക്രോസ് ചെയ്ത് പോകും. ഇത് കണ്ട് ജിങ്ഷിക്കും വല്ലാണ്ടാകും. അപ്പൊ തന്നെ ലിലി, നീ എന്തിനാണ് ഫേസ് ഒരുമാതിരിയൊക്കെ വെക്കുന്നത്? ഞാൻ എപ്പോഴേ ആ ലവിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞു എന്നറിയും. ആ, നീ ആ ലവിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷേ ജിസോ, നാളെ അവൻ ജർമ്മനിയിലേക്ക് പോവാണ്. അവന്റെ കാര്യം നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കും. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ കാരണം ഇനി അവന്റെ ഫ്യൂച്ചർ നശിച്ചു പോകരുത്, അവന്റെ വളർച്ച നിന്നു പോകരുത് എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ എന്നറിയും. ജിങ്ഷി അപ്പൊ തന്നെ ലിലിനൊന്ന് നോക്കും. രണ്ടുപേരും ശരിക്കും ലവ് ചെയ്ത് കഴിഞ്ഞാല് അവരുടെ ലവ് ലൈഫ് അടുത്ത ഘട്ടത്തിലേക്ക് പോകും. റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകും. അല്ലാണ്ട് അവരവരുടെ ഗ്രോത്ത് ഒരാൾ തടുത്തു നിർത്തും എന്നൊന്നും അല്ല. നീ എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കെന്നറിയും. ആ, ഞാൻ ആലോചിക്കാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ 3 കപ്പിളും കൂടി ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. ഞാനാണെങ്കിലും ഓരോ ഫുഡും നോക്കി നോക്കി ജിങ്ഷിക്കായിട്ട് എടുത്ത് വെച്ച് ജിങ്ഷിനെ വല്ലാണ്ട് പാമ്പർ ചെയ്തോണ്ടിരിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ ഇത് കണ്ട് വല്ലാണ്ട് കുശുമൊക്കെ ആവുന്നുണ്ട്. അതിനിടയിൽ ഞാനും ജിങ്ഷിയും കൂടി നാളെ ജിങ്ഷി
ജിൻഷിയുടെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ വിഷ് ലിസ്റ്റിലെ അവസാനത്തെ വിഷാണ് ഇതെന്ന് പറയും. ഓ ഇത് കൊള്ളാലോ, അപ്പൊ നിങ്ങൾക്കിടയിൽ വിഷ് ലിസ്റ്റ് ഒക്കെ ഉണ്ടോ? എന്തായാലും നിങ്ങൾ സൂപ്പർ ആണെന്നും പറഞ്ഞിട്ട് ഉടനെ തന്നെ നാൻസിനെ നോക്കും. നാൻസി നിന്റെ വിഷ് എന്താന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കോ, എന്റെ വിഷ് എന്താന്ന് വെച്ചാല് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സെലിബ്രിറ്റി ആയിട്ട് എനിക്ക് മാറണമെന്നറിയും. ഓ നിന്നോട് വിഷ് ചോദിച്ചാ എന്നെ വേണം ആദ്യം തല്ലാനെന്നും പറഞ്ഞ് പയ്യെ സിസോനെ നോക്കും. ചേട്ടന്റെ ഏറ്റവും വലിയ വിഷ് എന്താന്ന് ഇങ്ങനെ ചോദിക്കും. എന്റെയോ, അതൊന്നും ഇല്ലടാ, എന്തായാലും വിട്ടേക്കെന്നും പറഞ്ഞ് ആ ടോപ്പിക്ക് തന്നെ സിസോ ചേഞ്ച് ചെയ്ത് വിടും. ഇത് കേൾക്കുമ്പോൾ ലില്ലിക്കും തന്നെ കുറിച്ചാണ് സിസോ പറയാൻ പോയതെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ വല്ലാത്ത സങ്കടത്തിലിരിക്കും. ആ ടൈമിന് ഞാനും ജിൻഷിയും അതേപോലെ നാൻസിയും ലിങ്ങും കൂടി വേറെ വർക്കുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഇപ്പോ ആ ഒരു സ്ഥലത്ത് സിസോയും ലില്ലിയും മാത്രമേ ഉള്ളൂ. സിസോയാണെങ്കിലും നാളെ ജർമ്മനിയിലേക്ക് പോവാണ്. അതും ലില്ലിനെ വിട്ട് പോവാണെന്നുള്ള സങ്കടത്തില് അവിടെയുള്ള വൈനൊക്കെ വലിച്ചു വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കും. ഇവന്റെ ഈ സങ്കടം കാണുമ്പോൾ ലില്ലിക്കും ഒരുപാട് സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇവന്റെ അടുത്തൊന്നും പറയാണ്ട് നേരെ ഒരു ബാറിലേക്ക് ചെന്നിരുന്ന് ഭയങ്കരമായിട്ട് കുടിക്കാനായിട്ട് തുടങ്ങും. ഭയങ്കര സങ്കടമൊക്കെ അവളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതിനിടയിൽ നിന ഇവളെ അഡ്വൈസ് ചെയ്തില്ലേ, ആ ഒരു കാര്യമൊക്കെ ഓർത്ത് വീണ്ടും വീണ്ടും കുടിച്ചോണ്ടിരിക്കും. ആ ടൈമിനാണ് ഈസോയോ അവിടെ വന്നിരിക്കുന്നത്. നിനക്ക് എന്ത് പറ്റി, നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ, എന്തിനാ നീ ഇത്രയ്ക്കും ഓവറായിട്ട് കുടിക്കുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ലില്ലി അപ്പൊ തന്നെ ഈസോയിനെ ഒന്ന് നോക്കും. വല്ലാത്ത ദേഷ്യം അവളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ബാറിലേക്ക് എല്ലാവരും വരുന്നത് എന്തിനാണ്, കുടിക്കാനല്ലേ, ഞാനും കുടിക്കാൻ തന്നെയാ വന്നേന്ന് പറയും. അപ്പൊ തന്നെ ഈസോയു, ഞാനേ ലവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പോലും മറന്നുപോയി. അതുകൊണ്ടാണല്ലോ നിന്നെ പോലുള്ള ഒരു പെൺകുട്ടി എന്റെ ലൈഫിലേക്ക് വന്നിട്ട് മറ്റു പല കാര്യങ്ങളിലും ഡിസ്ട്രാക്ട് ആയി പോയി ലവ് ചെയ്യാൻ പോലും വിട്ടുപോയത്. പക്ഷെ നിനക്ക് ലവ് ചെയ്യാനായിട്ട് അറിയാം. നിന്റെ ലൈഫിൽ വീണ്ടും ഒരു ലവ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നീ മിസ് ചെയ്യരുതെന്നും പറഞ്ഞ് വലിയൊരു അഡ്വൈസ് ഒക്കെ കൊടുത്ത് ഈസോയി അവിടെ നിന്ന് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. വലിയൊരു പാർസല് ലില്ലിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അത് തുറന്നു നോക്കുമ്പോ ഈസോയു ജർമ്മനിയിലേക്ക് പോവാണല്ലോ. ഓരോ ന്യൂ ഇയറിനും ഓരോ സെലിബ്രേഷനും ഇവൾക്ക് എന്തെല്ലാമാണോ വേണ്ടത്, ഇവൾക്ക് എന്തെല്ലാം സാധനങ്ങളാണോ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അതെല്ലാം ഓർത്ത് വെച്ച് ഇവൾക്കൊരു ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുത്തേക്കുവാണ്. ഇത് കണ്ട് ലില്ലി ഭയങ്കര ഇമോഷണൽ ആകും. ഞാൻ എപ്പോഴൊക്കെയോ എന്തൊക്കെയോ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതെല്ലാം ഓർത്ത് വെച്ച് എനിക്കിപ്പോ അവൻ ഗിഫ്റ്റ് ആയിട്ട് അയച്ചേക്കുവാണല്ലോ, ഞാനിനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വല്ലാണ്ട് കൺഫ്യൂഷൻ ആകും. അങ്ങനെ കുറച്ചു നേരം ചിന്തിച്ചു നോക്കിയിട്ട് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ആക്കണ്ടെന്നും പറഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് ഓടും. കറക്റ്റ് ആയിട്ട് സിസോ ബോർഡിംഗ് പാസ് എടുത്ത് അകത്തേക്ക് പോവാനായിട്ട് നിൽക്കുമ്പോ സിസോ എന്നും പറഞ്ഞ് ഇവന്റെ പേരും വിളിച്ച് ഇവന്റെ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ചങ്ങോട്ട് നിൽക്കും. ഇത് കാണുമ്പോൾ സിസോനും ഹാപ്പി ആകും. അങ്ങനെ ഒരുവിധം ഇവര് സെറ്റ് ആയിട്ടുണ്ട്. ഇതിനുശേഷം സിസോ ജർമ്മനിയിലേക്ക് പോയോ ഇല്ലയോ ഇത് നമ്മളെ ഇപ്പോ കാണിക്കുന്നില്ല. അതേ ടൈമിന് ജിൻഷിയുടെ ഒക്കെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് വരും. ലില്ലി ആണെങ്കിലും ഞാനും സിസോയും ഒന്ന് ചേർന്നു, ഞങ്ങളിപ്പോ കപ്പിളാണെന്നും പറഞ്ഞ് ഗ്രൂപ്പിൽ ഇട്ടേക്കുവാണ്. അതുമല്ലാണ്ട് ഇപ്പൊ അവിടെ ഒരു മത്സരം പോലും നടക്കുന്നുണ്ട്. 3 ജോഡികള് ആ ഒരു ഗ്രൂപ്പിലുണ്ടല്ലോ, അതില് ആരായിരിക്കും ഫസ്റ്റ് മാരേജ് ചെയ്യുക എന്നുള്ളൊരു ബെറ്റ് പോലും അതിൽ നടക്കുന്നുണ്ട്. ഓ ഇങ്ങനെ ഒരു ബെറ്റിങ് പോലും നിങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് 2 സൂട്ടും എടുത്ത് ഞാൻ വന്ന് നിൽക്കും. നിന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോ ഇതിലേത് സൂട്ട് ഞാൻ ചൂസ് ചെയ്യണോന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല ഇതിലെന്താ ഇത്രക്ക് കൺഫ്യൂഷൻ, വേറൊന്നും അല്ല, ഓൾറെഡി നമുക്ക് ബ്രേക്കപ്പ് ആയി വീണ്ടും ഒന്നിച്ചിരിക്കുകയല്ലേ. അപ്പോ എന്റെ മേത്ത് തെറ്റായിട്ടുള്ള എന്തെങ്കിലും നിന്റെ പാരന്റ്സിനുണ്ടാകും. അപ്പോ ഞാൻ ചെല്ലുന്ന രീതി കാണുമ്പോ അതെല്ലാം മാറണം, ബാഡ് ഇംപ്രഷൻ എല്ലാം മാറി നല്ലൊരു ഇംപ്രഷൻ വരണം, അതിനു വേണ്ടിയിട്ടാന്ന് പറയും. ഓ അതിന്റെ ഒന്നും ഇനി ആവശ്യമില്ല, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാന്നും പറഞ്ഞ് ജിൻഷി ഞാനെന്നെയും കൂട്ടി പോകും. അതേ ടൈം ജിൻഷിയുടെ പാരന്റ്സിനെ കാണിക്കാണ്. 2 പേരും കൂടി ഇപ്പൊ കിച്ചണിലാണ്. അപ്പൊ തന്നെ അമ്മ, 2 പേരും ഓൾറെഡി ബ്രേക്കപ്പ് ചെയ്തവരാണ്, ഇപ്പൊ ദേ വീണ്ടും ഒരുമിച്ചിരിക്കുന്നു. അന്ന് ഞാൻ വന്ന് ഒരുപാട് കാര്യങ്ങള് നമ്മളുടെ അടുത്ത് പറഞ്ഞില്ലേ, അതൊക്കെ എനിക്ക് മുഴുവനായിട്ടും വിശ്വസിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവൻ നല്ല പയ്യനായിരിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കും. നീ എന്താണ് നമ്മുടെ മോളെപ്പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അവളെന്താ മണ്ടിയാണെന്നാണോ, അവൾക്ക് എല്ലാം തീരുമാനിക്കാൻ അറിയാം, നമ്മുടെ മോളല്ലേ അവള്, അവളിൽ നമ്മൾ വിശ്വസിച്ചാൽ മതിയെന്ന് അച്ഛനും ഒരു അഡ്വൈസ് ഒക്കെ കൊടുക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഞാനും ജിൻഷിയും കൂടി നേരെ വീട്ടിലേക്കും വരും. ഇവരും നല്ല രീതിയിൽ തന്നെ ഇവരെ വെൽക്കം ചെയ്ത് ഫുഡ് കഴിക്കാനും കൊണ്ടിരുത്തും. അവിടെയാണെങ്കിലും ഒരുപാട് സ്പൈസി ഫുഡാണ് ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ സ്പൈസി ഫുഡൊന്നും ഞാൻ കഴിക്കില്ലല്ലോ. ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ നിൽക്കുവാണ്. നൈസായിട്ട് ജിൻഷിയും പയ്യെ ഞാനിനെ തിരിഞ്ഞു നോക്കും. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അങ്ങനെ ആ ഒരു സ്പൈസി ഫുഡൊക്കെ കഴിക്കും. പക്ഷെ ഒരുപാട് വെള്ളവും അതിന്റെ പുറകെ കുടിക്കുന്നുണ്ട്. ആക്ച്വലി പുള്ളിക്കാരൻ നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് ഫുഡെല്ലാം കഴിക്കുന്നത്. ഇത് കാണുമ്പോ ജിൻഷിയും എന്താ നിങ്ങൾ ഈ കാണിച്ചു വെച്ചേന്ന് ചോദിക്കും. മോളെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ്
ഇവരിങ്ങനെ പറയാനായിട്ട് തുടങ്ങുമ്പോ തന്നെ ഞാൻ നോക്കിയിട്ട്, ആന്റി അങ്കിൾ, മുന്നേ ഞാൻ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരുവാണ്, ഞാൻ ഇനി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. അതേപോലെ ജിങ്ഷിനെ ഞാൻ നല്ല രീതിയിൽ നോക്കിക്കോളാന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ജിങ്ഷിയുടെ പാരന്റ്സ് ചാടി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിൽ ഇരുന്നേച്ചാ, ഞാൻ കഴിച്ചോണ്ടിരുന്നേച്ചാ ബൗളെടുത്ത് മാറ്റി ഞാൻ എന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഒരുപാട് ഫുഡ് ടേബിളിലേക്ക് നിരത്തി അങ്ങോട്ട് വെക്കും. ഈ ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വെക്കാണ്ടിരുന്നതാന്ന് പറഞ്ഞ് ഞാനാണെങ്കിലും ഒരുപാട് ഫുഡ് അവന്റെ ബൗളിലേക്ക് എടുത്തെടുത്ത് പാരന്റ്സ് രണ്ടുപേരും കൂടി വെച്ചോണ്ടിരിക്കും. അങ്ങനെ നൈറ്റും ആകും. ജിങ്ഷി ബെഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അമ്മ അങ്ങോട്ടേക്ക് വരും. യാനെ കാണുമ്പോ നല്ല കുട്ടിയായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ അവൻ വലിയൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതല്ലേ, അങ്ങോട്ടേക്ക് നീ ചെന്ന് കഴിഞ്ഞാല് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ, അതിന്റെ ഒരു പേടി മാത്രമേ എനിക്കുള്ളൂ എന്നറിയും. അമ്മ, ആ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഞാനെങ്കിലും അതിന്റെ ഒരുപാട് ഷെയർസ് എന്റെ പേരിലാ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും അത്ര പെട്ടെന്ന് എന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അമ്മ ഒട്ടും പേടിക്കണ്ടെന്ന് പറയും. എന്തായാലും എനിക്കിപ്പോ സന്തോഷമായി. ഒരുപാട് നാളുകള് നീ എന്റെ കൂടെ എന്റെ മകളായിട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് ജീവിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോ നിന്റെ ലൈഫിലേക്ക് ഞാൻ വന്നു. അവനും നല്ലൊരു പയ്യനാണ്. എന്തായാലും നിങ്ങൾ മാരേജ് ചെയ്തു, എന്നിട്ട് സന്തോഷമായി ജീവിക്ക്. എന്റെ മോളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് പറയും. എന്തായാലും താങ്ക്സ് അമ്മ, നിങ്ങളുടെ പെർമിഷൻ എനിക്ക് കിട്ടിയില്ലേ, ഞാനും ഹാപ്പി ആയിട്ട് ജീവിക്കുമെന്നും പറഞ്ഞ് ജിങ്ഷിയും അമ്മയുടെ കൂടെ കുറച്ചു നേരം അവിടെ ഇരിക്കും. അതേ ടൈം ലില്ലിനെ കാണിക്കാണ്. ജിസോ ഇപ്പോ ജർമ്മനിയിൽ തന്നെയാ ഉള്ളത്. രണ്ടുപേരും കൂടി വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഇവിടെയെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. നീ ഇല്ലാത്ത കുറവ് മാത്രമേ ഉള്ളൂ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ലില്ലിയും നമ്മുടെ കമ്പനിയുടെ പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ജർമ്മനിയിലുള്ള ബേസിലേക്ക് നെക്സ്റ്റ് മന്ത് ഒരാളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. എന്നെ അഴക്കാമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയും. എനിക്കിത് കേട്ടപ്പോ ഒരുപാട് സന്തോഷമായി. എത്രയും പെട്ടെന്ന് ലില്ലി നീ ഇങ്ങോട്ടേക്ക് വാ, നിനക്ക് വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി വീഡിയോ കോളിൽ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ജിങ്ഷിയും ഞാനും തിരിച്ചു പോരാനായിട്ട് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനിടയിൽ ഒരുപാട് സാധനങ്ങൾ ജിങ്ഷിയുടെ പാരന്റ്സ് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കും. ഞാൻ ഒരു കണക്കിന് ഒരു സൂട്ട് കേസിൽ വെച്ച് കഷ്ടപ്പെട്ടൊക്കെ മൂടും. അവസാനം ജിങ്ഷിയുടെ ഫാദർ വന്ന്, ഇതേ മോനെ ഇതും കൂടി അതിനുള്ളിലേക്ക് വെച്ചോ, ഇതേ ഉണക്കച്ചുറകാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണക്കി വെച്ചതാണ്, നിങ്ങൾ ഇത് കൊണ്ടുപോയി തിന്നോ, പിന്നെ ഞങ്ങൾ വരുമ്പോ ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നോളാന്ന് പറയും. ഇത് കാണുന്ന ഞാനും, ദൈവമേ ഇനി ഈ സാധനം ഞാൻ എവിടെ വെക്കുമെന്നും പറഞ്ഞ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആകും. അതിനുശേഷം 4 പേരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു സെൽഫിയൊക്കെ എടുക്കും. അങ്ങനെ ജിങ്ഷിയും ഞാനും നേരെ വീട്ടിലേക്കും വരും. ഇവരുടെ അവസാനത്തെ വിഷ് ലിസ്റ്റ് എന്താണ്, ജിങ്ഷിയുടെ പാരന്റ്സിനെ വീട്ടിൽ പോയി കാണുക എന്നാണല്ലോ. അതില് അവസാനം ഒരു ടിക്കും കൊടുത്ത് ഈ സെൽഫി ഒരു ഫ്രെയിമൊക്കെ ആക്കി അവിടെ തന്നെ ഒട്ടിച്ചു വെക്കും. അതിനുശേഷം നൈറ്റ് ആകുമ്പോൾ ജിങ്ഷിയും ഞാനും കൂടി ജിങ്ഷിയുടെയൊക്കെ ഫസ്റ്റത്തെ ഓഫീസില്ലേ, ആ ഒരു ഓഫീസിലേക്ക് ചെല്ലും. ജിങ്ഷി, ഇവിടെ വെച്ചാണ് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്മുടെ ലൈഫ് അടുത്ത ഘട്ടത്തിലേക്ക് പോവാനായിട്ടും ഇവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. ഈ ഒരു സ്റ്റാർസിനെയൊക്കെ സാക്ഷി നിർത്തി ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുവാന്നും പറഞ്ഞ് ഞാൻ മുട്ടുകുത്തി നിന്ന് റിങ് കാണിച്ച്, നീ എന്നെ മാരേജ് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ ജിങ്ഷി ഒരുപാട് ഹാപ്പി ആകും. അങ്ങനെ തന്നെ യെസും പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ലിങ്ങിന്റെ ബാറിൽ കാണിക്കാണ്. ലിങ്ങിന്റെ ബാറിൽ ഇപ്പൊ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. പാട്ട് പാടുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ലിങ്ങിന്റെ അമ്മയാണ്. അതുമല്ലാണ്ട് നാൻസി അവിടെ നിന്ന് ലൈവില് ഇടുന്നുണ്ട്. ഇത് കാണുമ്പോൾ ലിങ്ങിന് ടെൻഷൻ ആകും. എന്താണ് ഓരോ ദിവസം കൂടുന്തോറും നിന്റെ ലൈവില് എന്റെ അമ്മയുടെ വീഡിയോസ് മാത്രമല്ലേ ഉള്ളൂ, ഇതൊന്നും ശരിയാവില്ല എന്നും പറഞ്ഞ് അമ്മനെ പിടിച്ചു മാറ്റാനായിട്ട് പോകും. രണ്ടുപേരും കൂടി അപ്പൊ തന്നെ ലിങ്ങിനെ തള്ളി മാറ്റി നല്ല രീതിക്ക് വൈബ് അടിച്ചോണ്ടിരിക്കും. എന്തായാലും നാൻസിയും ഇവരെ കൂടെ നല്ല രീതിക്ക് സിങ്ക് ആവുന്നുണ്ട്. അവസാനം 3 പേരും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ചെയ്യും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ജിങ്ഷിനെയും ഞാനിനെയും കാണിക്കാണ്. ഓരോ ദിവസം കൂടുന്തോറും നമ്മളിങ്ങനെ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ നമ്മുടെ ലൈഫ് ബിസി ആയി പോകുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാരേജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയും. ആ ഓക്കെ എന്ന് ജിങ്ഷിയും അപ്പൊ തന്നെ സമ്മതിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ചെല്ലും. മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വരുന്ന ടൈമിന് ഇവര് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് മീറ്റ് ചെയ്തില്ലേ, ആ ഒരു വഴിയിലേക്ക് എത്തും. നിന്റെ കാർ ഡാമേജ് ചെയ്തതിന് ഞാൻ എന്തെങ്കിലും കോമ്പൻസേഷൻ തരണമോന്ന് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഇപ്പൊ ദേ എന്നെ തന്നെ കോമ്പൻസേഷൻ ആയിട്ട് നിനക്ക് തന്നേക്കുവാണ്. ദേ ഇതാണ് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കും. എന്തായാലും ഈ കോമ്പൻസേഷൻ എനിക്ക് ഇഷ്ടമായി എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്കും ചെല്ലും. നമ്മുടെ മാരേജ് ഇപ്പൊ കഴിഞ്ഞു, അപ്പോ എന്തായാലും ഒരു ഫോട്ടോഷൂട്ട് നടത്തണ്ടേ, അതെവിടെ പോയി നടത്തണോന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ജിങ്ഷിയും ആലോചിച്ച്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജർമ്മനിയിലേക്ക് പോവാന്ന് പറയും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഒരു ഫ്ലൈറ്റും പിടിച്ച് രണ്ടുപേരും കൂടി ജർമ്മനിയിലേക്ക് പോകും. റാവുകൾക്ക് ഒരുപാട് ഫുഡ്
ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് അതിനിടയിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കും. ആ ഒരു ടൈമിനാണ് നേരത്തെ രണ്ട് കപ്പിൾസിനെ ഇവര് കണ്ടില്ലേ, ആ ഒരു കപ്പിൾസ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അന്ന് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഇത് നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലാന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ നിന്റെ ഗേൾ ഫ്രണ്ട് ആയോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചാ ഇപ്പൊ ഇവളെന്റെ ഗേൾ ഫ്രണ്ട് അല്ല, അതിന് പകരം ഇപ്പൊ ഇവളെന്റെ വൈഫാന്ന് പറയും. കൊള്ളാം കൊള്ളാം, ഞങ്ങൾക്കും ഹാപ്പിയായി. എന്തായാലും രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് മാറി നിൽക്ക്, ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എടുത്തു തരാന്ന് പറയും. അങ്ങനെ തന്നെ ഞാൻ ജിങ്ഷനെ പൊക്കി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഇവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ജിങ്ഷിയുടെയും ഞാനെന്റെയും ഫോട്ടോസ് ഒരുപാട് എടുക്കും. അങ്ങനെ ജിങ്ഷിയും ഞാനും ഒരുപാട് ഹാപ്പിയാണ്. ഈ ഒരു ടൈമോട് കൂടിയാണ് 40ാമത്തെ എപ്പിസോഡ് എൻഡ് ആവുന്നത്. എന്നാലും ഇതിനൊരു ചെറിയ സ്പെഷ്യൽ എപ്പിസോഡും കൂടിയുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. ജിങ്ഷിയുടെയും ഞാനെന്റെയും മാരേജ് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പൊ ജിങ്ഷിയും ഞാനും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ് താമസം. ഈ വീട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഹാപ്പിയാണ്. അതുമല്ലാണ്ട് ഗ്രാൻഡ് പ വന്നിട്ട് നമ്മളെപ്പോഴാണ് ഗ്രാൻഡ് പക്ക് പേരക്കുട്ടികളെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. എന്ത് പറയണോന്ന് ഇങ്ങനെ ചോദിക്കും. നമ്മൾ തന്നെ ഇപ്പൊ ഒരുപാട് ബിസിയാണ്, കുറച്ച് ടൈം മാത്രമേ നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനും പറ്റുന്നുള്ളൂ. എന്തായാലും അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് എപ്പോഴാണോ കുട്ടികള് വേണമെന്ന് തോന്നുന്നത് ആ ടൈമിന് നമുക്ക് നോക്കാന്ന് പറയും. എന്തായാലും ഈ തീരുമാനം എനിക്കും ഇഷ്ടമായി, എനിക്കും ഇതിനോട് യോജിപ്പാന്ന് ജിങ്ഷിയും പറയും. അങ്ങനെ ഇപ്പൊ കട്ട് ചെയ്താല് 4 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഞാനാണെങ്കിലോ ജിങ്ഷനെ സേഫ് ആയിട്ട് ഒരു ചെയറിലേക്ക് കൊണ്ടുവന്നിരുത്തും. നീ ഇപ്പൊ പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് തന്നെ നീ കെയർഫുൾ ആയിട്ട് ഇരിക്കണമെന്നും പറഞ്ഞ് ഞാൻ ജിങ്ഷിനെ നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. ജിങ്സി ആണെങ്കിലോ ഇതൊക്കെ ഇത്തിരി ഓവർ ആവുന്നില്ലേ എന്ന് ചോദിക്കും. എന്ത് ഓവറാണെന്ന്, എന്റെ കുട്ടി നന്നായിട്ട് ജനിക്കണ്ടേ, അതിനു വേണ്ടിയിട്ടാണ്. എന്നാലും ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ഹാപ്പി ആയെന്ന് പറയും. എന്നാലും നമ്മുടെ മക്കള് ആരെ പോലെ ഇരിക്കും കാണാൻ. എന്തായാലും എനിക്ക് ഒരു മോനെ വേണമെന്നാണ് ആഗ്രഹം എന്ന് ജിങ്സിയും പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് വീണ്ടും 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ കുട്ടിക്ക് ഇപ്പൊ 3 വയസ്സായി, ആൺകുട്ടിയാണ്. രണ്ടുപേരും നല്ല രീതിയിൽ ആ കുട്ടീനെ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവരാണെങ്കിലോ നല്ല ബിസിനസ് ഓറിയന്റഡ് ആണ്, ബിസിനസിന്റെ കാര്യവും നോക്കുന്നുണ്ട്, അതേപോലെ മകന്റെ കാര്യവും നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല ഒരുപാട് ഡെവലപ്മെന്റ്സ് ഒക്കെ ഇവരുടെ ബിസിനസ്സിൽ ഇവര് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വീണ്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണിക്കാണ്. ഇപ്പൊ ഇവർക്ക് 2 മക്കളാ ഉള്ളത്, 2 ആൺപിള്ളേര്. അങ്ങനെ രണ്ടുപേരും കൂടി ഞാനിന്റെ കൂടെ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. എന്നാലും ഞാനിന് ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹമുണ്ട്. ആ ശരിയാണ്, ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പെൺകുട്ടി ഏഞ്ചലിനെ പോലെ ഇരുന്നേനെന്ന് ജിങ്ഷിയും പറയും. അപ്പൊ തന്നെ ജിങ്ഷിയുടെ 2 കുട്ടികളും കൂടി വന്ന്, അമ്മ നിങ്ങളാണ് ഈ വീട്ടിലെ ഏഞ്ചൽ എന്ന് പപ്പ ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു, അപ്പൊ നിങ്ങളല്ലേ ഏഞ്ചൽ എന്ന് ഇങ്ങനെ ചോദിക്കും. കൊള്ളാ കൊള്ളാ, മക്കളെയും കൂടി പപ്പ ഇരുന്ന് ചീത്താക്കി വിട്ടേക്കുവാണല്ലേ എന്നും പറഞ്ഞ് 2 പിള്ളേരെയും കളിക്കാനായിട്ട് പറഞ്ഞു വിട്ട് രണ്ടുപേരും കൂടി മ്യൂസിക് ഒക്കെ കേട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. എത്രയോ വർഷങ്ങളാണ് പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോയത്. പെട്ടെന്ന് ഇനി 20-30 വർഷങ്ങൾ കടന്നു പോകുമോ? എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടെന്ന് പറയും. എന്താണ്, ലൈഫിനെ കുറിച്ച് ആലോചിച്ച് നിനക്ക് വല്ല പേടിയുണ്ടോ എന്ന് ചോദിക്കും. പേടിയല്ല, എത്ര വർഷമായിരുന്നാലും നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. നീ എന്നെ വിട്ട് ദൂരെ പോകാമെന്ന് മാത്രം നീ ചിന്തിക്കരുത്. നീ അങ്ങനെ പോയി കഴിഞ്ഞാല് ഞാൻ ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഞാനും കൈ കൊടുത്തിട്ട് ഫ്യൂച്ചറിൽ എന്ത് നടക്കുമെന്ന് നമുക്കാർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ വീണ്ടും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോകും. ജിങ്ഷിക്ക് ഇപ്പോ ഒരുപാട് വയസ്സായിട്ടുണ്ട്. ഒറ്റക്കിരുന്ന് ഇവരെപ്പോഴും ഒരുമിച്ച് ഒരു മ്യൂസിക് കേൾക്കില്ലേ, ആ ഒരു മ്യൂസിക്കും കേട്ടോണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാനിപ്പോ മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ മരിക്കുന്ന ടൈമിന് ഞാൻ എന്റെ കയ്യില് ഒരു സോറി കാർഡും വെച്ചിട്ടുണ്ടായിരുന്നു. ജിങ്ഷി ഒരു തവണ പറഞ്ഞിട്ടില്ലേ എന്നെ വിട്ട് ഒരിക്കലും ഒറ്റക്ക് പോവരുത്, ഞാൻ നിന്റെ അടുത്ത് ക്ഷമിക്കില്ല എന്ന്. ഇപ്പോ ഞാൻ ഒറ്റക്ക് പോവാണല്ലോ, അതിന് സോറി ചോദിക്കുന്ന പോലെയാണ് ആ കാർഡ് ഞാൻ കയ്യിൽ വെച്ചോണ്ടിരുന്നത്. ഇതെല്ലാം കണ്ട് ജിങ്ഷിയും ഭയങ്കര ഇമോഷണൽ ആകും. ഇപ്പോ ഇങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് വല്ലാണ്ട് ഇമോഷണൽ ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. ആ ടൈമിന് ജിങ്ഷിക്ക് വീണ്ടും ആദ്യം മുതലേ ഇവരുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്ത പോലെ തോന്നാനായിട്ട് തുടങ്ങും. ആക്ച്വലി ഇവര് ഫസ്റ്റ് തിരിച്ചു വന്നതിന് ശേഷം ഒരു വഴിയിൽ വെച്ച് കണ്ടില്ലേ, ആ ടൈം വീണ്ടും തുടങ്ങുന്ന പോലെ ജിങ്ഷിക്ക് തോന്നാനായിട്ട് തുടങ്ങും. ഇങ്ങനെയാണ് ഈ ഒരു ഡ്രാമ തന്നെ ഇവിടെ ഉണ്ടാവുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഡ്രാമ? നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായോ? എനിക്ക് ഒരുപാടെന്ന് പറയാൻ പറ്റില്ല, ഒരുവിധം ഇഷ്ടമായി. ഇപ്പോ ഒരു 10-ല് എടുക്കുവാണെങ്കിൽ ഒരു 7 റേറ്റിംഗ് ഒക്കെ കൊടുക്കാം. നിങ്ങളുടെ റേറ്റിംഗ് എത്രയാണ്? എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തിയിട്ട് പോവുക. അപ്പോ നെക്സ്റ്റ് ഒരു പുതിയ ഡ്രാമയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ ഡ്രാമയുമായിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.